അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, സെലിബ്രിറ്റികളും വന്നിട്ടുണ്ട്. അവർ പറയുമ്പോൾ നമ്മൾക്ക് ചെയ്തു തന്നു ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് പേര് അത് കാരണം മാറ്റുമ്പോ പറയരുതെന്ന് അവർ പറയുന്നത്? ഇതിൻ്റെ പിറകെ പോയിന്ന് ആൾക്കാർ അറിയരുത്. ഓ, അത് അവര് അതെ, അവരിതിൻ്റെ പിറകെ, ഞങ്ങൾ ഒരു ഇതിൻ്റെ പിറകെ. അന്ധവിശ്വാസമൊക്കെ ആയിട്ട് ആൾക്കാർ അത് കരുതുമോ? അന്ധവിശ്വാസമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഒരു കുടുംബത്തെ വലിയ വിദ്യാഭ്യാസമൊന്നും കാണില്ല, പക്ഷേ മക്കൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ആരോടും പറയണ്ട കേട്ടോ. പിന്നെ ഒരാളുടെ പേര് നമ്മൾ കാരണം അറേഞ്ച്മെൻറ്റ് ചെയ്ത് നല്ലതായി കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ കണ്ടാൽ വേണ്ടില്ല. അതാണ് അങ്ങനെ മിണ്ടാതെ പോയ ചിലർ സെലിബ്രിറ്റികളുണ്ടോ? ഒരുപാട് ഉണ്ട്. അതൊന്നും അനുഭവമൊന്നും പറയാതിരിക്കും. നന്ദിയില്ലാത്തവരുണ്ട് ഒരുപാട്. അങ്ങനെ പറയുന്നില്ല. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കണമെന്തിനാ. അല്ല, അതെ, നന്ദിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആ ഒരു രീതിയിൽ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളറിയാം. കാരണം സിനിമാ രംഗത്ത് ഒരു 81 മുതൽ ഒരു 10-15 വർഷം സിനിമാ രംഗമായിട്ട് ചുറ്റിത്തിരിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾക്ക് ആ രംഗത്തുള്ള ഒരുപാട് പേരെ അറിയാം. വലിയ ആൾക്കാരറിയാം, ചെറിയ ആൾക്കാരറിയാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളത്. കാരണം ഒരാൾക്ക് ചെയ്തിട്ട് ഗുണം കിട്ടിയിട്ട് അയാൾ വിളിച്ചില്ലെങ്കിൽ വേറെ ആൾ വിളിക്കും. അങ്ങനെ ഒരുപാട് പേര് ചാനലിൽ പ്രോഗ്രാമൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.